നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അരിപ്പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം ഞാൻ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ടൊരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് 1/4 ടീസ്പൂണോളം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം ഇതിലോട്ട് 1/2 കപ്പ് അരിപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുമല്ലോ പത്തിരിപ്പൊടി, അത് ഇതിലോട്ടൊന്ന് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമാക്കിയ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഇത് മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. ശേഷം ഒരു ചെറു ചൂടോട് കൂടി ഉണ്ടല്ലോ, ചൂടോട് കൂടി തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. കയ്യിലൊട്ടി പിടിക്കാതിരിക്കാൻ കുറച്ച് എണ്ണ ഒന്ന് കയ്യിൽ തടവി കൊടുക്കാം കേട്ടോ. ഇത് നല്ല രീതിയിൽ തന്നെ നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 4 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം എളുപ്പത്തിലുള്ള 4 ബോൾസ് ആക്കിയിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഓരോ ബോൾസ് എടുത്തിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയല്ല, നല്ല പറ്റ തിന്നും അല്ലാത്ത രൂപത്തിലുണ്ടല്ലോ, ആ രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ശേഷം ഞാനൊരു കുപ്പിയുടെ അടപ്പൊന്ന് എടുത്ത ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. റൗണ്ട് ഷേപ്പിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓരോന്നും ഈ രീതിയിലായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കൊന്ന് മറ്റൊരു പാത്രത്തോടൊന്ന് മാറ്റി കൊടുക്കാം. ഇതുപോലെയല്ല, ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി തന്നെ ചൂടായി വന്ന ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലോ, അതിലോട്ട് കുറേശ്ശായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണ്ടതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാനായിട്ട്. ഇനി നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കൂടുതൽ കളറൊന്നും മാറണ്ട കേട്ടോ, ഈ രീതിയിലൊന്നായി കിട്ടിയാൽ മതി. ഇനി നമുക്കിതൊന്ന് ചട്ടിയിൽ നിന്ന് ഒരു കോരിയിട്ടെടുക്കാം. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മുളക് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കളറിനും എരിവിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഈ രീതിയിലൊന്ന് ചെയ്തിട്ടെടുക്കാം. എല്ലാ ഭാഗത്തോട്ടും ആകത്തക്ക രീതിയിലൊന്ന് ചെയ്തിട്ടെടുക്കാം. ഇതിന് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ സ്നാക്സ് ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ വറുത്ത് കോരിയെടുത്തതാണ്, അതും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്തിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അരിപ്പൊടി വെച്ചുള്ള സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്നാക്കാണ് കേട്ടത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം ഈ സ്നാക്ക്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാം കേട്ടോ.